ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഡിയോൺ വണ്ടി ജനറൽ സർവീസർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെറുതായിട്ടുള്ളൂ, പക്ഷേ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് ഓയിൽ ലീക്കും വന്നിട്ടുണ്ട്. അത് ആ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ ആ ഒരു പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ സീലും മാറ്റിയിട്ട് നിൽക്കില്ല. പുറമേ നമ്മൾ മാറ്റി അടിച്ചാലും നിൽക്കില്ല. അത് ആ ബെയറിങ്ങിൻ്റെ പ്ലേയും കൂടി കുറച്ചതിന് ശേഷം വേണം നമുക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഇതിന്മേ അത് മാത്രമല്ല പ്രശ്നം, ഈ ഷാഫ്റ്റിന്മേ കണക്ട് ചെയ്യുന്ന ഈ വീലാണ്, ക്ലച്ച് പുള്ളിയാണ് ഈ ഭാഗം. അതും ശരിക്കും അത്യാവശ്യം ഉണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. ഇത്രയും ഷെയ്ക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടാണ്. ഇതിങ്ങനെ പ്ലേ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് ടൈറ്റിൽ ഇറങ്ങി പോകണം. കാരണം ഇത് പഴക്കത്തിൻ്റേതായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഡിവിജ്വൽ പാർട്സുകളാണ്. ഇതൊന്ന്, ഇത് രണ്ട്, അതേപോലെ തന്നെ കോളർ, അങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ടാണ്. ഇത് ഒറ്റ യൂണിറ്റായിട്ട് തോന്നുന്നെങ്കിലും ഒക്കെ വേറെ വേറെ പാർട്സുകളാണ്. അതെല്ലാം തന്നെ ഓൾറെഡി തേയ്മാനം വന്ന് കംപ്ലൈൻറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇത്രയും പ്ലെയിൻ അത് കാണിക്കുന്നത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഓടിക്കുമ്പോൾ ഇതൊന്നും മൂവ് ആവാത്തൊരു കണ്ടീഷൻ വരും. ബെൽറ്റ് ലോക്കായിട്ട് പൊട്ടിപ്പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗം ഈ ഷാഫ്റ്റ് അയച്ച് അതിൻ്റെ ബെയറിങ് മാറ്റിയതിന് ശേഷം വേണം, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ് കഴിച്ച് മാറ്റിയതിന് ശേഷം വേണം ഇത് മാറ്റി ക്ലിയർ ചെയ്യാനായിട്ട്. അത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം തന്നെ നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം, തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും കൃത്യമായിട്ട് കാണിക്കാം. അതേപോലെ തന്നെ വന്നുണ്ട്. അതിൻ്റെ സർവീസിലൊക്കെ നമ്മൾ അയച്ച് ഗ്രീസിങ് ഒക്കെ നടത്തിയതാണ്. പക്ഷേ പഴക്കം വരുന്ന കംപ്ലൈൻ്റ് ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റാണത്, ക്ലച്ച് ഷൂ എന്ന് പറയും. അതും ഈ പിന്നൊക്കെ അത്യാവശ്യം ഒരുവിധം ടൈറ്റ് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അതും കൂടി നമ്മൾ അയച്ച് പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. ഇത് നല്ല നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ഒരല്പം ഉണ്ട്, പക്ഷേ ഇതൊന്നും അറിയാം, ഒരല്പം പ്ലേ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് തൽക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ബെൻഡക്സ് യൂണിറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പ്രോബ്ലം ഇല്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽസീലൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഇല്ല. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് ക്ലീൻ ചെയ്തിടാം. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം. കുറച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ തന്നെ റീസെറ്റ് ആക്കാം. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ ലീക്കിൻ്റെ അവസ്ഥ ഇതാ നോക്കുമ്പോൾ ഈ കാണുന്ന മൊത്തം ഓയിലാണ് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഇത് മാറ്റിയാലാണ് അത് ക്ലീൻ ചെയ്തിട്ടും കാര്യമുള്ളൂ. കാരണം അതല്ലെങ്കിൽ വീണ്ടും ഓയിൽ ഇറങ്ങി വരും, വീണ്ടും ഓയിലിൻ്റെ പ്രസൻസ് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്നത് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിലും ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും ആ ഗ്യാസ്കറ്റ് റബ്ബറൊന്ന് അഴിച്ച് മാറ്റിയിടാം. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് വരുന്നൊരു പാർട്സാണ് കേട്ടോ. പിന്നെ ഈ ചോക്ക് കറക്റ്റായിട്ട് വർക്കിങ്, ശരിക്കും പറഞ്ഞാൽ ചോക്ക് രാവിലെയൊക്കെ ഉപയോഗിക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ലൂബ്രിക്കേഷനൊക്കെ അടിച്ച് നോക്കാം. നടപടി ആയില്ലെങ്കിൽ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കാണിച്ചാൽ നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടി വരും. ചോക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ഇത് ജാമായി പോയേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഇന്നർ കവറിൻ്റെ ഇവിടെ ചെറിയൊരു പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ ചെറിയ പൊട്ടലാണ് ഈ കാണുന്നത് കേട്ടോ. വേറെ പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ നിറവേറ്റില്ല. കാരണം ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി പൊട്ടി കിടക്കാം. മീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ കട്ടായി കിടക്കുകയാണ്. ബ്രേക്കിൻ്റെ കേബിളുകൾക്ക് നല്ല നിലയിൽ കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷ് സെറ്റുകൾ തേയ്മാനം വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ച് നോക്കിയിട്ട് കോളർ ബുഷ് മാത്രം മാറ്റിയാൽ മതി. അതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ ബുഷ് തന്നെ ഉണ്ട്, കോളർ ബുഷ് എന്ന് പറയും. അത് മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. എന്നിട്ടും അത് മാറ്റിയിട്ടും പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ബുഷ് സെറ്റപ്പാടി മാറ്റിയിട്ട് വരും കേട്ടോ. അതേപോലെ കുഷൻ അസംബ്ലി, ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷാണത്. ഇതും നല്ല രീതിയിൽ ഓവലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി പെട്ടെന്ന് കംപ്ലൈൻറ്റ് കാണിക്കും. ഇത്രയും ഓവലായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെറിയൊരു അടി ഉണ്ടാവും. കൂടുതൽ പ്രോബ്ലത്തേക്ക് വന്ന് നമുക്ക് ഫ്രണ്ട് ടയറൊക്കെ വെട്ടി തേഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയോടെ മാറ്റിയിടാം. ഏകദേശം ഒരു 100 രൂപ 103 രൂപ എന്താണ് അതിൻ്റെ റേറ്റ് വരാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ സെറ്റാണത്. നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി ആയാലും നമുക്കിത് വിരിക്കണ ബാറ്ററി പുത്തൻ ബാറ്ററിയാണ്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ടയർ നല്ല ടയറാണ് കിടക്കുന്നത്, മാറഫിൻ്റെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ കാർബൺ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് എത്തിയിട്ടുണ്ട്.
സാധാരണ രീതിയിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. പക്ഷേ എന്ന് വെച്ചാൽ തൽക്കാലം എയർ ഫിൽറ്റർ ഇപ്പോൾ അത് മതി, പ്ലഗിന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. അതെനിക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഫയറിങ്ങിൻ്റെ കളറ് മാറി തുടങ്ങി. ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ, ഇപ്പോൾ ഇതിനകത്തൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട്. അതായത് ഷോർട്ടാവണേക്കാളും മുമ്പ് വരുന്നൊരു സിറ്റുവേഷനാണ്. അത് കൈയോടെ മാറ്റിപ്പോയി, അതായിരിക്കും നല്ലത്. പിന്നെ എൻജിൻ ഓയിൽ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത്, പുതിയ ഓയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിന് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട്. അതിനകത്ത് നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിലെ വീലുകൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ സൈഡിലെ ഈ ഓയിൽ ലീക്ക് കാര്യം ഉള്ളത് കൊണ്ട് ഗിയർ ബോക്സ് നമുക്ക് അഴിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസിന് പുറമെ വരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അഴിച്ച് ചെയ്താൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ലേറ്റാവും, കുറച്ച് തീരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റാവും. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.